നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങളാണ്. എന്റെ വിവാഹത്തിന് മുൻകൈയെടുത്തത് നിങ്ങളായിരുന്നല്ലോ. ഞാൻ പിഴച്ചു പോകുന്ന കരുതിയായിരുന്നു പെട്ടെന്ന് ഈ ബന്ധം ഉറപ്പിച്ചത്. എന്നിട്ടെന്തുണ്ടായി? എന്റെ ജീവിതം മുഴുവൻ പിഴച്ചു. നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതിച്ചതായിരുന്നില്ലേ? രാജേന്ദ്ര, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മാവനത് മനസ്സിലാവില്ല. സ്വന്തം ഭാര്യ പൂർവ്വകാമനെ തേടി പോകുമ്പോൾ ഭർത്താവിനുണ്ടാകുന്ന വേദന ഇന്ന് ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. രാജേന്ദ്ര, ശ്രീദേവിയെ നീ തെറ്റിദ്ധരിച്ചതാണ്. അവൾ രോഗിയാണെന്ന കാര്യം നീ മറക്കരുത്. എങ്കിലാ രോഗിയെ നിങ്ങളാണ് എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഒരു ഭ്രാന്തിയ ഭാര്യയായിട്ടിരിക്കും വേണ്ട. डॉक्टर नायर, ये कुछ लेक विलेज, कोई साबिरा और किसी जवार खान के बारे जिक्र कर रही थी. You do one thing. Better you go to Lake Village and find out who is this Sabira and Jabbar Khan. Then only we can decide about it. നാളെ നമുക്ക് ആ ലേക്ക് വില്ലേജിൽ ഒന്ന് പോകണം. അവിടെ ഏതോ സാബിറയും ജബ്ബാർ ഖാനും ഉണ്ടത്രേ. അവരാരാണെന്ന് ഒന്ന് അന്വേഷിച്ചറിയണം. ശരി സർ. आपको मालूम है? जब्बार खान? मगर तुम उसको क्यों ढूंढ रहे हो? वो आदमी इधर ही क्या है, मगर काम से बाहर गए. अच्छा, शुक्रिया जी. സാബിർ എന്ന പെണ്ണ് തരുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഇവര് പൂത്തരാന്ന് പറഞ്ഞു. വേണ്ട. ശരി. साबी, क्या है? तुमसे कोई मिलना चाहता है. कौन? तुमको पता नहीं मेरा बंगला किधर है? जी सर. अच्छा. അവസാനം നമ്മളെ പൈസ വാങ്ങി ഇവിടെ നമ്മളെ പറ്റിക്കോ സർ? പേടിയുണ്ടെങ്കിൽ പൈസ വേണ്ട, ഞാൻ പോയി തന്നിട്ട് മതി. നിങ്ങൾക്ക് മലയാളം അറിയാമോ? കുറച്ച് കുറച്ച്. ആ, ഇവൻ പറഞ്ഞതില് വിരോധം തോന്നരുത്. നാളെ കാലത്ത് പൂ കൊണ്ടുവരണം. ജി സർ. ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്. സാബിർ എന്ന പെണ്ണിന് മലയാളം അറിയാം. അപ്പോ അവൾ കേരളത്തിൽ വന്ന് കാണും. ശ്രീദേവി അവളെ പരിചയപ്പെട്ടത് നാട്ടിൽ വെച്ചാകും. എന്താണ് അവളുടെ സഹോദരന്റെ പേര്? ജബ്ബാർ ഖാൻ. ഞങ്ങൾ അവനെ കണ്ടില്ല. ഞാൻ അവനെ കാണും. നാളെയല്ലേ അവൾ വരുന്നത്? മോളെ ശ്രീദേവി,
സാബിറ, आप कौन है? നിങ്ങൾ ബംഗ്ലാവിൽ കണ്ട പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ. അവളെ നിങ്ങൾക്കറിയാമോ? उसको नहीं, मुझे नहीं मालूम. ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ പരിഭ്രമിക്കുന്നത്? അവർക്ക് എന്നോട് എന്തിനാണ് ഓടിപ്പോകുന്നത്? ഒരു സഹായമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് എന്റെ ഭാഷ അറിയില്ലേ? नहीं, मुझे कुछ नहीं मालूम. നുണ. എന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സത്യം പറ, എവിടെയാണ് നിന്റെ സഹോദരൻ ജബ്ബാർ ഖാൻ? जब्बार खान, उसे क्यों ढूंढ रहे हो? എനിക്ക് അവനെ കാണണം. സത്യം അറിയണം. പറ, എവിടെയവൻ? नहीं, तुम मुझसे मत मिलो. यहाँ से चले जाओ. നഹി, रास्ता छोड़ दो. मुझे സത്യം छोड़ दो. പറയാതെ ഞാൻ വിടില്ല. बचाओ! 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 नहीं, बचाओ! 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 नहीं, बचाओ! वो देखो, वो आपके मुल्क का आदमी है. उसे जाके बचाओ, नहीं तो मार डालेगा. उसको छोड़ दो. साहब है? उसको मैं संभालूंगा. तुम लोग काम पर जाओ. രാജേന്ദ്ര സാറേ, എവിടെ പോയി നടക്കാൻ? അയ്യോ, ഈ കാട്ടിനകത്ത് ഇത് നാടറ്റാണ് പടച്ച അമ്പരാൻ. ഇത് കാശ്മീരല്ലേ? എന്തൊരു മാം സാബ്. ഹലോ സുരിയെ, എടോ ഇതൊന്ന് ഓഫാക്കണോ മനുഷ്യ? അല്ലേ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് നടക്കുന്നത് ഓഫാവൂലേ? മോനെ एक साहब लंबा राजेंद्र सर पैंट ट्रैक तुमसे देखा नहीं देखा? चलो ഇനി എവിടെ പോയി നോക്കാനാ? എവിടെ നോക്ക? ഇതെന്റെ ഭാര്യയാണ് സുലേഖ. നിങ്ങൾ ഫാമിലി ആയിട്ടാണോ വന്നത്? അതെ മിസ്റ്റർ റഹീം, ചില കാര്യങ്ങൾ അറിയാനാണ് ഞാൻ സാബറെ തടഞ്ഞു നിർത്തിയത്. പക്ഷേ അവൾ പറഞ്ഞില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിച്ചേക്കും. ജബ്ബാർ ഖാനെ നിങ്ങൾക്ക് പരിചയമുണ്ട്? ഉണ്ട്. അവനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയൂ. ആളുടെ ജോലി, സ്വഭാവം എല്ലാം. ജബ്ബാർ ഖാൻ നോക്കൂ, പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനാ? എല്ലാം മറന്നാണ് ഞാനിവിടെ ജീവിക്കുന്നത്. നിങ്ങൾ വീണ്ടും അത് ഓർമ്മിപ്പിക്കരുത്. സുലേഖ, ജബ്ബാർ ഖാനെ കുറിച്ച് വേണ്ട, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. സാബർ എവിടെയാണ് താമസിക്കുന്നത്? आपको फूल चाहिए? सिर्फ 5 रुपए साहब.
देखिए साहब, सिर्फ 4 रुपये। साबी, ये ठीक बात नहीं है। ये मेरे फूल है, मैं अपनी मर्जी से बेचूंगी। 4 रुपये साहब। ले लो सर, 3 रुपये बस। 2 रुपये साहब। ले लो सर। मुझे पैसे नहीं चाहिए। एकदम किसी का फूल नहीं चाहिए। भाभी, സുലേഖയ്ക്ക് ഒരു നേരത്തെ അറിയാമോ? എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ 2 കൂട്ടുകാരികളുണ്ടെന്ന് ഞാൻ എഴുതിയിരുന്നില്ലേ? അതിവരാ. ഓ, വൺ സാബിറ. वो मैं हूँ. മറ്റേയാളുടെ പേര് മറന്നുപോയി. സുനിയെ, ആപ്കാ മലയാളത്തിൽ ചോദിച്ചോളൂ, അവർക്കറിയാം. ഞാൻ ഹിന്ദി പഠിക്കുന്ന കൂട്ടത്തിൽ അവരും നമ്മുടെ ഭാഷയും പഠിച്ചു തുടങ്ങി. ഇതാരാ ഭാബി? ഇക്കാക്ക. ഇക്കാക്ക? ഇക്കാക്ക എന്നാ? ഇക്കാക്ക എന്ന് പറഞ്ഞ ബഡാബായി. ബഡാബായി ഇക്കാക്ക. ട്യൂഷനൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പോവാം. പേര് പറഞ്ഞില്ല. നസീമ. അപ്പോ ഇതിന് കാശ് വേണ്ടേ? സബറ, അവർ നിങ്ങളെ ഉപദ്രവിച്ചല്ലേ? മുझे माफ कीजिए साहब. വിരോധമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വരൂ. बैठिए साहब. ഇത് നസീമ, എന്റെ കൂട്ടുകാരി. നിങ്ങളുടെ മാത്രം? ജബ്ബാർ ഖാനും ഇവളുമായുള്ള ബന്ധമാണ് ഞാൻ ചോദിച്ചത്. എന്റെ ചേട്ടന്റെ എല്ലാമായിരുന്നു അവൾ. ഒരു ഭ്രാന്തനെ പോലെ ചേട്ടനോട് സ്നേഹിച്ചു. രാജേന്ദ്രൻ, നീ തെറ്റിദ്ധരിച്ചതാണ്. ജബ്ബാർ ഖാന്റെ വീട്ടിൽ വെച്ച് നീ കണ്ട ഫോട്ടോ ഒരിക്കലും ശ്രീദേവിയുടേതാവില്ല. അല്ലെന്ന് പറയാൻ ആ ഫോട്ടോ അമ്മാവൻ കണ്ടില്ലല്ലോ. ഇനി എന്നെ വിട്ടിയാക്കാൻ നോക്കരുത്. സാബിറ എന്നോട് എല്ലാം പറഞ്ഞു. ജബ്ബാർ ഖാനും ശ്രീദേവിയും തമ്മിൽ പരിചയമുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ അവളെ സ്നേഹിച്ചിരുന്നു. ഈ സത്യം അമ്മാവനും അറിയാമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുകയാണ്. സത്യം എന്താണെന്ന് കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. രാജേന്ദ്രൻ, അല്പം കൂടി ക്ഷമിക്കൂ. എന്നെ വഞ്ചിച്ചവൾ ഒരിക്കലും ഞാൻ ശ്രമിക്കില്ല. നിൽക്കൂ. നീ ഇപ്പൊ ശ്രീദേവിയെ കാണരുത്. എനിക്ക് അവളെ ബോധ്യപ്പെടുത്തണം ഞാനൊരു വിട്ടിയല്ലെന്ന്. കുറ്റി അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഞാനത് സമ്മതിക്കില്ല. ആരുടെ സമ്മതമില്ലെങ്കിലും ഞാൻ അവളെ കാണും. രാജേന്ദ്ര, ശ്രീദേവി എന്റെ ഭാര്യയാണ്. ആയിരുന്നു. എന്നാൽ ഇപ്പോ നിയമപ്രകാരം വിവാഹമോചനം നേടിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ അവളെ ഉപേക്ഷിച്ചല്ലേ. സ്നേഹവും പരിചരണവും ആവശ്യമായ ഈ അവസരത്തിൽ നീ അവളോട് കാണിച്ച ക്രൂരത നേരിൽ കണ്ടവനാണ് ഞാൻ. വലിയ ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മാവനെ തടയരുത്. അമ്മാവന്റെ അധികാരത്തിലല്ല, തന്റെ രോഗിയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഡോക്ടർ നിലയ്ക്ക് നിന്നെ ഞാൻ തടയും. കടന്നു പോകൂ. ഇല്ല. कौन है तुम? जब्बार खान। मेरी तलाश की तुम